ഞാൻ മൂന്നാലയുടെ മുകളിൽ നിന്ന് രണ്ടാം നിലയുടെ പുള്ളിലേക്ക് ചാടി എന്ന് പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് കണ്ടല്ലോ. ഞാൻ ഇപ്പോഴും വാദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ മൊത്തം കാണിച്ചു തരാം. ഞാൻ മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് രണ്ടാം നില പുള്ളിലേക്ക് ചാടുന്ന വിഷയിൽ കാണിച്ചു തരാൻ പറ്റും? ഓ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ അങ്ങനെ അല്ല, മറ്റേ സ്ക്രോള് പോയത് വെച്ചിട്ട് നമുക്ക് സ്ക്രോള് പോകുന്നത് കാഴ്ചയല്ലല്ലോ. അല്ല അങ്ങനെ എന്തൊക്കെ എഴുതി കാണിക്കും, CD തപ്പി കോയമ്പത്തൂരിൽ പോയി എന്നൊക്കെ എഴുതി കാണിക്കും. വാർത്തകളെല്ലാം സത്യമല്ല, അതെ, അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാ. റെഡി 1 2 3 ഹായ് ഹലോ. അപ്പൊ തുടങ്ങാല്ലേ? കുറച്ച് വൃത്തികേടൊക്കെ പറയൂ. അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു അടിപ്പടമാണോ ശരിക്കും? എന്തുകൊണ്ട് ഒഴിവാക്കി? പന്നിനെ കായം കാണിക്കരുതെന്ന് പറയും. പശുവില്ലേ വെള്ളം കാണിക്കരുത്, വാട്ടർ നോട്ട് സീ. മൂവി ശരിക്കും എന്താ പറയണേ? പറയുന്ന സിനിമ കഥ. ഇവരുമായിട്ട് കൊളംബസിന് എന്താ ബന്ധം? കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. പട്ടീനെ ബിസ്ക്കറ്റ് കൊടുത്താണെങ്കിൽ നമുക്ക് നിലയ്ക്ക് നിർത്താം, പാറ്റേനെ ബിസ്ക്കറ്റ് കൊടുത്താൽ നിലയ്ക്ക് നിൽക്കും. പാറ്റേനുണ്ട്. അയ്യാ, ക്ഷീണമുണ്ടോ? ഞങ്ങളുടെ ആക്ടിവിറ്റീസ് കണ്ട് നിങ്ങൾക്കാണ് ക്ഷീണം. I only smoke, no. Okay. Yeah, that's very famous in Kerala. Yeah. ഷൈൻ ചേട്ടൻ ഇത്ര കാലത്തിനുള്ളിൽ പഠിച്ചൊരു മെയിൻ കാര്യം എന്തായിരിക്കും? ആരും പറഞ്ഞു കേൾക്കരുത്. അവര് പറഞ്ഞിട്ടാണ് നമ്മൾ ജനിച്ചത്. അല്ല, അവര് പറഞ്ഞിട്ടാണ് നമ്മൾ ഭരിക്കണം. അല്ല, പിന്നെന്തിനാ അവര് പറഞ്ഞു കേൾക്കണം? പോയിന്റ് ആണ്, അതൊരു പോയിന്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് വരുന്നത് എങ്ങനെയാ? അറിയത്തില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നിട്ട് അതിന് കുറ്റം പറയുകയും ചെയ്യും. മദ്യം വിറ്റിട്ടാണ് കാശ് വരുന്നത്, അറിയില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രത്യേകത എല്ലാം വിൽക്കാം, പക്ഷെ ഒന്നും വലിക്കാനും പിടിക്കാനും പാടില്ല. അത് മോശം. എന്താണ് ഈ അടിക്കഥകൾ? അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് മാത്രമല്ലല്ലോ, പൊറോട്ട അടി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Ready 1 2 3. ഹായ് ഹലോ. ഹലോ, നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ചൈതന്യ. ഇന്ന് അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി 4 ആൾക്കാരാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം. നമസ്കാരം. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കണം തോന്നുന്നു എല്ലാരും. ഷൈൻ ചേട്ടാ, ക്ഷീണമുണ്ടോ? ഞങ്ങളുടെ ആക്ടിവിറ്റീസ് കണ്ട് നിങ്ങൾക്കാണ് ക്ഷീണം. ആണോ? എന്നോട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഷൈൻ ചേട്ടൻ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസബത്തിനോട് ചോദിക്കണം. ലിസബത്തിനോട് 2 വാക്ക് പറഞ്ഞിട്ട് തുടങ്ങണമെന്ന്. ലിസബത്ത്, എന്നെ പറ്റി താഴ്ത്തി. ഇത് നമ്മുടെ ഷൈൻ ചേട്ടനെ പറ്റി എല്ലാരും സാധാരണ പൊക്കിയാണ് സംസാരിക്കുന്നത്. അതെ, ഈ കുറച്ച് താഴ്ത്തി ഒന്ന് പറഞ്ഞു. അതാ ഞാൻ ഇപ്പൊ താഴ്ത്തി പറയേണ്ടത്. 3-ാം നില എന്ന് താഴെ പോകാൻ പറ്റിയ ഒരാള് ഷൈൻ ചേട്ടനായിരിക്കും. ഇപ്പൊ താഴ്ത്തി പറഞ്ഞില്ലേ? അതാണ് താഴ്ത്തി പറയാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാൻ കുറച്ചധികം പ്രതീക്ഷിച്ചു. ഓക്കെ, എനിക്ക് അധികം പറയൂ. അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? മനസ്സിലായി എന്താ പറഞ്ഞത്? നാട്ടുകാരൊക്കെ സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞെന്നാന്ന് എനിക്ക് പറയാലോ. ഓക്കെ, AJ വർഗീസിന്റെ 3ാമത്തെ അടിപ്പടം. ഇപ്പൊ അടികപ്പിയരെ കൂട്ടമണി, ഉറിയടി, ഇപ്പൊ അടിനാശം വെള്ളപ്പൊക്കം. ഇപ്പൊ നോർമലി ഇപ്പൊ ഞങ്ങൾ ഓണാട്ടുകാരയിലൊക്കെ കൂടുതലും പറയും ഇടിനാശം വെള്ളപ്പൊക്കം എന്നാണ് പറയാ. ഇത് അടി എന്നുള്ള സാധനം വേണം എന്നുള്ളത് കൊണ്ടാണോ അടിനാശം വെള്ളപ്പൊക്കം ആക്കിയത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിനാശം വെള്ളപ്പൊക്കം ആണല്ലേ? പ്രയോഗം. ഇടിനാശവും വെള്ളപ്പൊക്കവും ഞങ്ങളുടെ അടിനാശം കുറച്ചുകൂടെ പ്രാസവിപ്പിച്ച് ചിലപ്പോൾ അവിടെ മിന്നലടിച്ചു പറയും. അതെ, മിന്നലി ഇടി, അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കം, മഴ പെയ്തപ്പോ വെള്ളപ്പൊക്കം. കറക്റ്റ് നോക്കുമ്പോ വെള്ളത്തിന്റെ അവിടെ നമ്മൾ ഇരിക്കണ പൊക്കത്ത്. അതെ, ഞങ്ങളുടെ നാട്ടില് ചിലപ്പോ ചാടിയായിരിക്കും കൂടുതൽ താല്പര്യം. കൊല്ലംകാരിൽ കൊല്ലം കണ്ടവനില്ല വേണ്ടെന്നാ. ഓണാട്ടുകാരെന്ന് പറയുമ്പോ കൊല്ലം, ആലപ്പുഴ പകുതി ആയിട്ട് വരും. എന്നാലും അവിടെ എന്റെ നാട്ടിലൊക്കെ ഈ പറയുന്നത് അടിനാശം വെള്ളപ്പൊക്കം എന്നാണ് ഞാൻ കേട്ടുള്ളത്. അടിനാശവും വെള്ളപ്പൊക്കം എന്ന് പറയാറുണ്ട്. പിന്നെ അടിനാശം വെള്ളപ്പൊക്കം ഓരോ പ്രയോഗം, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ. തൊടുപുഴയിൽ എന്താണോ പറയണ? തൊടുപുഴ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സിന്ധുവിന് മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഷൈൻ ചേട്ടന് ആ ഡാൻസിനകത്ത് ഉൾക്കൊണ്ടില്ല, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചില്ല എന്ന് വെച്ച് ഭയങ്കര വിഷമായിരുന്നു. വെരി വറീഡ് അബൌട്ട് ദാറ്റ്. എന്തെങ്കിലും പറഞ്ഞോ അതിനെ പറ്റിയിട്ട്? Today I made him dance nicely. For 20 times. He danced really well and he has so much energy.
എന്നാലും എലിസബത്തിന്റെ തരത്തില്ല. എന്നാലും ആ വിഷമം അങ്ങ് തീർന്നു ഷൈൻ ചേട്ടാ? തീർന്നിട്ടില്ല അങ്ങനെയൊന്നും. തീർന്നില്ല. ശരിക്കും ഐറ്റം കളിച്ചു. ഞാൻ വെറുതെ എന്തുകൊണ്ട് ഡയറക്ടർ സാർ ഞങ്ങളുടെ ഷൈൻ ചേട്ടനെ ഡാൻസ് പാട്ടൊക്കെ ഉള്ളത് എന്തുകൊണ്ട് ഒഴിവാക്കി? കന്നിനെ കായം കാണിക്കരുതെന്ന് പറയുന്നത്. കന്നെന്ന് വിളിച്ചു. കണ്ണെന്ന് പറഞ്ഞാ എന്താ? കണ്ണെന്ന് പറഞ്ഞാ എന്താ? കണ്ണെന്ന് പറഞ്ഞാ എന്താ? എന്തെങ്കിലും ജാതീയ അതിശയം അല്ല കണ്ണെന്ന് പശു പോത്ത്, എരുമ, പശു അവരെ ഇങ്ങനെ വെള്ളം കാണിക്കരുതെന്ന് പറയാറുണ്ട്. പറഞ്ഞു അല്ലേ? മനസ്സിലായി എന്താ പറഞ്ഞത്? പശുല്ലേ വെള്ളം കാണിക്കരുത്, വാട്ടർ നോട്ട് സീ ഡ്രിങ്ക് ഓൾ. പശു മാട്. Okay. I feel so odd here because I don't understand what you're speaking. I'm sorry. മലയാളം. Okay. You can't understand any word in Any word Malayalam? of the word. Okay. Only Korachariya, Karikam Pua, a few bad words. My friends taught me. Bad words tell. Who teach you that? My friends from college. ഞാനല്ല, നമ്മളൊന്നും ഷൈൻ പഠിച്ചില്ല. ചേട്ടൻ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. സീരിയസ്ലി? സീരിയസ്ലി ഷൈൻ ചേട്ടന്റെ അടുത്തൊന്ന് ഡിഡ് ഹി ടീച്ച് എനിത്തിങ്? No. Nothing. ഞാൻ ആരെയും പഠിപ്പിക്കാറൊന്നുമില്ല, എല്ലാവരും എന്നെ പഠിപ്പിക്കാറ്. ഷൈൻ ചേട്ടൻ ഇത്ര കാലത്തിനുള്ളിൽ പഠിച്ചൊരു മെയിൻ കാര്യം എന്തായിരിക്കും? ആരും പറഞ്ഞു കേൾക്കരുത്. ആരും പറയുന്നത് കേൾക്കരുത്. അവരവരെ രീതിയിൽ പറഞ്ഞ് അനുസരിക്കുക. ബാക്കിയുള്ളവർ അനുസരിക്കാൻ നമുക്ക് ഒരു കാര്യമില്ലല്ലോ. കാരണം അവര് പറഞ്ഞിട്ടാണ് നമ്മൾ ജനിച്ചത്. അല്ല അവര് പറഞ്ഞിട്ടാണ് നമ്മൾ ഭരിക്കണം. അല്ല പിന്നെന്തിനാ അവര് പറഞ്ഞു കേൾക്കണം? അതെ, കമ്പിളൊരു പോയിന്റ് ആണ്, അതൊരു പോയിന്റ് ആണ്. അതെ അതെ, പറഞ്ഞ ലിപികളിൽ എഴുതി വെക്കാവുന്നൊരു, ഒന്നും എഴുതണ്ട, വെള്ളിയിലെങ്കിലും ഇല്ലേ? അത് ആരും പറയണത് കേൾക്കണ്ട എന്ന് പറയുന്നത് വളരെ ആൾക്കാരെ ഉപദ്രവിച്ച് ജീവിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഓരോരുത്തർക്ക് ജീവിക്കേണ്ട രീതി അവനവൻ കണ്ടെത്തണം. കണ്ടെത്തേണ്ട സമയമാകുമ്പോ ഒരു വയസ്സിലെ അങ്ങനെ കണ്ടെത്തണം എന്നല്ല പറഞ്ഞേ, മനസ്സിലായോ? അതിനാണ് നമ്മൾ വലുതാവുന്നത്. വലുതായി കഴിഞ്ഞിട്ട് മറ്റൊരു അത് അതികൂടെ പോകണ്ട കേട്ടോ, അയ്യോ അതികൂടെ പോകണ്ട, പോയി നോക്കിക്കൂടെ അതികൂടെ അല്ലേ? ചന്ദ്രനിൽ പോണ്ട അല്ലെങ്കിൽ കടൽ കിടന്ന് പോരുന്നുണ്ട്. കടൽ കിടന്ന് പോയില്ലേ നമ്മള്? പോയി. ചന്ദ്രനിലേക്ക് പോയെന്ന് എനിക്കറിയില്ല, അത്രയും വലിയ നമ്മൾ പറയാറില്ല നാട്ടില്. നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കത്തിലേക്ക് എങ്ങനെ എത്തിയത്? അത് പുള്ളി വിളിച്ച് എന്തുകൊണ്ടാ ഷൈൻ ചേട്ടൻ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം? അത്രയും നല്ല ഒരു അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ അർത്ഥം എന്താ? എല്ലാം കൂടി വരിക അല്ലേ? ഇടി വെട്ടിയതിന് അങ്ങനെയുണ്ടാ? അങ്ങനെയല്ല, ഒരു ടോട്ടൽ കയോസ്, മൊത്തം കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. കയോസ് മനസ്സിലായി. അപ്പൊ സംഭവം കംപ്ലീറ്റ് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകും. അതിനെ അപ്പോഴാണ് പറയുന്നത് സംഭവം അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ളത്. അതുമായിട്ട് അങ്ങനത്തെ ഒരു ടോട്ടൽ ഒരു ഫൺ, ഒരു കൂട്ടയാടി, ഒരു ഒട്ടം ചാട്ടം, ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ്, ഒരു സ്ലാപ്സ്റ്റിക് കോമഡി എന്റർടൈനർ. അതാണ് അടിനാശം വെള്ളപ്പൊക്കം. കോമഡി പടങ്ങളാണ് ഇഷ്ടം കോമഡി ആണല്ലോ നമുക്ക് ഏറ്റവും സെന്റിമെന്റ്സ്, റൊമാൻസ് ഒക്കെ ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. നമ്മുടെ ഈ പടത്തിൽ കോമഡി മാത്രമേ ഉള്ളൂ അപ്പൊ? അല്ല, ആനയുണ്ട്. ഓക്കെ, ഈ രണ്ട് സാധുക്കളായ രണ്ട് സ്ത്രീകളിലേക്ക് സാധുക്കളാ, അതാണ് ഇവിടുത്തെ വിരോധാഭാസം അല്ലേ? അല്ല, എന്താ ഷൈൻ ചേട്ടാ അങ്ങനെ? നല്ല കുട്ടികളാ, സാധുവും അതിനും വളരെ സാധു, വോയിസിനൊക്കെ പോലെ സാധു, പക്ഷെ ഉദരകാരിയായി. അപ്പൊ സാധുവായില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ആരും സാധുക്കളില്ല. ഇതിലാകെ സാധു ഉള്ളത് ഈ പുള്ളിയാ. പക്ഷെ ശരിക്കും പുള്ളിയുടെ സ്വഭാവം പറഞ്ഞപ്പോഴാണ് ഒന്ന് പൊങ്ങിട്ട് അപ്പത്തിന് താഴേക്ക് വേണല്ലേ? എനിക്ക് തോന്നുന്നു No, there was a spider on her hand. Fell off. It fell off. It just fell off. ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് സ്പൈഡറിനെ പെൺകുട്ടി വളർത്തുന്ന അതെ, ഇപ്പൊ കാലില് വന്നിരിപ്പുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഇവരുടെ കൊറേ സംഭവങ്ങളുണ്ട് ഈ പെൺകുട്ടികളുടെ. ഇവര് പൂച്ചേനെ പേടിയില്ല, പട്ടീനെ പേടിയില്ല, ദിനോസറിനെ പേടിയില്ല, ഈ അനങ്ങാത്ത എട്ടുകാലിനെ കണ്ട ഇല്ലല്ലോ, എന്റെ കയ്യിൽ പല്ലീനെ, ചെറിയ പാറ്റ, എന്ത് ചെയ്യാനാണ് നമ്മള്? പക്ഷെ അത് പെട്ടെന്നൊക്കെ ചാടി വരുമ്പോഴേ നമുക്ക് പേടി വരും. അപ്പൊ ഈ പട്ടിയാ? പട്ടീനെ പേടി വരും. അതാണ് വിരോധാഭാസം. അല്ലെ, പട്ടീനെ നമുക്ക് ഇത്രയും വലിയ സാധനം മേത്തേക്ക് ചാടുമ്പോ പറയാ പേടിക്കണ്ട, അത് പാവാണെന്ന്. എന്നിട്ട് പാറ്റേനുണ്ട്, അയ്യാ. പട്ടീനെ ബിസ്ക്കറ്റ് കൊടുത്താണെങ്കിൽ നമുക്ക് നിലയ്ക്ക് നിർത്താം, പാറ്റേനെ ബിസ്ക്കറ്റ് കൊടുത്താൽ നിലയ്ക്ക് നിൽക്കും. അത് പോയിന്റ്. പാറ്റ എവിടെയാ നിലയ്ക്കന്നെ ഫുൾ ടൈം നിൽക്കണം? അത് നമ്മുടെ അടുത്തേക്ക് കൂടി വരുന്നില്ല, നമ്മളെ കണ്ടിട്ട് ഓടണം. അത് പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എട്ടുകാലി അത് ഇരിക്കുന്നോടത്ത് അനങ്ങില്ല. ഇല്ല, അത് അനങ്ങും, അനങ്ങി അനങ്ങി എവിടെയൊക്കെ പോകും. ചെറിയ എട്ടുകാലി. ഇങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നാൽ ചിലപ്പോ അത് അടിനാശം വെള്ളപ്പൊക്കത്തിൽ അവസാനിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല, അത് പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. സ്കൂൾ, കോളേജ്
I'm sorry. സോറിയോ? He cracks me up. എന്ത് തെറ്റ് ചെയ്തപ്പോ? ലിസബത്ത് എങ്ങനെയാണ് ഈ അടിനാശം വെള്ളപ്പൊക്കത്തിൽ ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചപ്പോൾ സഹിച്ചു പോയത്? അയ്യോ ഫസ്റ്റ് പടം ഷൈൻചേട്ടൻ്റെ കൂടെ ആയിരുന്നു. റോഷൻ മാത്യുവും ഷൈൻചേട്ടൻ്റെ കൂടെ ആയിരുന്നു. ഓക്കെ. ഇപ്പം അടിനാശത്തില് ഞാൻ ഇവരുടെ കൂടെ എങ്ങനെ സഹിച്ചു എന്നല്ലേ, സഹിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഇവിടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല കോളേജിലാണല്ലോ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. എനിക്കധികം സീൻ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ അങ്ങനെയാ. നമ്മുടെ മൂവി ശരിക്കും എന്താ പറയണേ? പറയുന്ന സിനിമ കഥ അല്ലാതെ പിന്നെ നാട്ടിലെ കഥ നാട്ടിലെ കഥയാണ് സിനിമ കഥ എന്ന് പറഞ്ഞ ഒരു കോളേജ്, മറൈൻ കോളേജ് കുട്ടിക്കാനത്തൊക്കെയുള്ള, അവിടെ എവിടുന്ന് പറഞ്ഞു തുടങ്ങും, അവിടെ കുറച്ച് കുസൃതിയുള്ള പിള്ളേരുണ്ട്. അതെന്താ, പിള്ളേരുടെ ചെറുപ്പകാലത്തുള്ള 2-3 പേര് ഇവരല്ലേ പ്രശ്നക്കാര്. അവര് ഭയങ്കര നമ്മൾ പറഞ്ഞനുസരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ത് കാര്യങ്ങള്? ഞാൻ എന്റെ ക്ലൂ ഞാൻ എന്താ ചെയ്യപ്പോ? പറയണ്ട എത്ര പറഞ്ഞാലും ഇവര് അനുസരിക്കില്ല. കുരുത്തങ്കട്ട മച്ചാനുണ്ട് അതില്. ആരാണ്? ഭയങ്കര വിനീതനായൊരു മച്ചാനാ. പുള്ളിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ട്. You got things? No. The youngsters. He's telling the story. The youngsters are curious. They want to explore new things. Yeah. Okay. ന്യൂ തിങ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലില്ലാത്ത തിങ്സ് അല്ലേ? എല്ലാം പലചരക്ക് കടയിൽ കിട്ടാത്ത സാധനല്ലേ? കിട്ടത്തില്ലായിരിക്കും അല്ലേ? അതല്ല അവരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക അല്ലേ, പറഞ്ഞു കൊടുക്കുക. ഇത് അഫ്ഗാൻ ആയിരിക്കാം, ഇറാൻ ആയിരിക്കാം, ബ്ലാക്ക് ആയിരിക്കാം, വൈറ്റ് ആയിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു വേറൊരു ലോകല്ലേ. ഇവരുമായിട്ട് കൊളംബസിന് എന്താ ബന്ധം? കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അല്ലേ, നമ്മുടെ സിനിമയിലെ കൊളംബസ് തന്നെയല്ലേ? കൊളംബസ് കൊളംബസ് എന്നാണോ കൊളംബസ് എന്നാണോ? ഞാൻ കൊളംബസ് എന്നാണ് വായിച്ചത്. ഹാപ്പി ബർത്ത്ഡേ കൊളംബസ് എന്ന് പറഞ്ഞിട്ട് ഷൈൻ ചേട്ടന്റെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ? എന്നിട്ട് പുള്ളിയുടെ ഫോട്ടോ വെച്ച് പുള്ളിയുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ വേറെ വഴിയാണല്ലേ പരിപാടിയുണ്ട്. അല്ല, ഇത് ടോട്ടലി എന്താ പറഞ്ഞ ഒരു ഫൺ ഡയറക്ടർ കഷ്ടപ്പെട്ട് എടുത്തല്ലേ, കഥ പറഞ്ഞാ മോശാവില്ലേ? ഇല്ലേ? ഓക്കെ. ഡയറക്ടർ സാർ, ഇതൊരു അടിപ്പടമാണോ ശരിക്കും? അങ്ങനല്ല, ആക്ഷൻ പടം അങ്ങനത്തെ ഒന്നും അല്ല. വൈകുന്നേരം അവര് ഷൂട്ട് കഴിഞ്ഞിട്ട് അടിക്കും. നല്ല അടിയവനൊക്കെ. ഇതിനങ്ങളപ്പോ മറ്റവൻ ഇവരൊക്കെ നല്ല അസ്രാണിക്കാരാണേ. എന്തോ അടിയോടെ നിങ്ങളൊക്കെ. ഞാനൊന്നും ഇങ്ങനെ അടിച്ചിട്ടില്ല. Talking about liquor. Okay. He drink. That guy drink. Everybody drink. What is the color of drink? അതുപോലും ഓർമ്മയില്ല. Real sadhu sitting there. You don't drink. Then she get the right meaning of sadhu. I don't drink. You don't? I only smoke. No. Okay. Yeah, that's very famous in Kerala. Yeah. That's honest. Honest അല്ല, cigarette. No, that was honest of you to say it on camera. Honest ഒന്നുമില്ല. ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ സിഗരറ്റിനെ പറ്റി അറിയണത്, കള്ളിനെ പറ്റി അല്ലേ? അതെ. സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത്. അതിനു മുന്നേ ഇവര് സിഗരറ്റ് വലിക്കണം നല്ലതാന്നാ പറഞ്ഞിരുന്നത്. ആരാ? നമ്മുടെ മാധ്യമങ്ങൾ തന്നെ. പരസ്യം കണ്ടിട്ടില്ല ഇതിന്റെ? മെയ്ഡ് ഫോർ ഈച്ച് അതർ വിൽസ്. ഇല്ല, കണ്ടിട്ടില്ല. ആണാവൂ ചാർമിനാർ വലിക്കൂ. കണ്ടിട്ടില്ലല്ലോ. ഏതാ വർഷം ജനിച്ച്? 98 ഡിസംബറിലല്ലേ? ഇതൊക്കെ 83 കഥയാ. അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയണത്. അപ്പൊ ഞാനില്ല. അപ്പൊ ഇല്ലാത്തതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കണമെന്നില്ലല്ലോ. ഉണ്ടാവാതിരിക്കും. അപ്പൊ ഒരു നാട്ടില് ഇതൊക്കെ കൊണ്ടുവന്നത് ആരാ? ഈ ശീലങ്ങള്, കള്ളടിയും സിഗരറ്റ് വലിയും ഒക്കെ എന്തിലൂടെയാ കൊണ്ടുവന്നത്? കടയിലായിരിക്കും പരസ്യം ചെയ്യണ്ടേ? അത് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ തന്നെ. നമ്മളെ കുറ്റം പറയുന്ന, ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന മാധ്യമങ്ങളിലൂടെ. അതാരാണ് എന്താണെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നത് പ്രശ്നക്കാരനല്ല. പോയി കണ്ടു പറയുന്നു. നമ്മുടെ മൂവി ശരിക്കും ചർച്ച ചെയ്യുന്നത് എന്തെങ്കിലും സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ. മൂവിയിൽ അഭിനയിക്കുന്നവരെ പറ്റി സമകാലികമായിട്ട് ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഒരു ആവശ്യമില്ല. എന്താവശ്യം? അല്ല, നമുക്കൊരു എന്താ സ്നീക്ക് പീക്കോ അങ്ങനെ എന്തോ ഒരു സാധനം ഒരു 6 മാസം മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഷൈൻ ചേട്ടന്റെ അടുത്ത് വന്ന് വൈചേട്ടൻ സംസാരിക്കുന്നത് ഡ്രഗ്സ്, ലഹരിക്കെതിരെ. അപ്പൊ ഈ ലഹരിക്കെതിരെയുള്ള ഒരു സിനിമയാണോ ശരിക്കും? ലഹരിക്കെതിരെയുള്ള സിനിമയാണ്. പക്ഷെ ലഹരി വിട്ടിട്ടാണ് കാശ് ഉണ്ടാക്കണമെന്ന് മാത്രം ആൾക്കാർ അല്ലേ? നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് എങ്ങനെയാണ്? അറിയത്തില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നിട്ട് അതിന് കുറ്റം പറയുകയും ചെയ്യും.
മദ്യം വിറ്റിട്ടാണ് കാശ് വരുന്നത്, അറിയില്ലേ? ആ അറിയോ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടാ തന്നെ അറിയോ? അതല്ലേ അറിയാം. എല്ലാ കൊല്ലം വേണമെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് ഇല്ലേ? അതെ. എന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടില് പ്രത്യേകത ഉണ്ട്, എല്ലാം വിൽക്കാം, പക്ഷെ ഒന്നും വലിക്കാനും കുടിക്കാനും പാടില്ല. അത് മോശം. വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ അത് വാങ്ങി കുടിക്കില്ലേ? കുടിച്ചാലല്ലേ പിന്നെ കച്ചവടം നടക്കുള്ളൂ. എന്നാലല്ലേ നമ്മുടെ നാട്ടിൽ കാശ് കയറുള്ളൂ. വേറെ ഒരു കൃഷിയും കോപ്പൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ കൂടിയ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ? ഇല്ലേ? ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ നാട്ടില്? വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. അന്ന് മദ്യത്തിന് ഒരു പരിഗണന. മദ്യം കൂടിയ അതൊരു വെള്ളപ്പൊക്കമാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങളുടെ ഫാൻസി കടയാ അല്ലെങ്കിൽ ഡ്രസ് കട എന്തെങ്കിലും തുറന്നോ? ഇല്ല. എന്താണ് അവിടെ കൊടുത്തിരുന്നത്? മദ്യം കൊടുത്തിരുന്നു കറക്റ്റ് ആയിട്ട്, കൊറോണയുടെ സമയത്ത്, വെള്ളപ്പൊക്ക സമയത്തൊക്കെ അല്ലേ? എന്റെ ഡ്രസ് കടയല്ലോ. അങ്ങനെയല്ല, അതിന് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. അല്ല നമ്മുടെ ബാക്കി ആയിരുന്നു, മദ്യത്തിനൊരു അവൈലബിൾ ആയിരുന്നു, പരിഗണന വെച്ച് കൊടുത്തിരുന്നു. എന്തുകൊണ്ട്? അന്ന് മദ്യം കിട്ടാനില്ലാത്തത് കൊണ്ട് അല്ലേ? ഇത് എന്ത് കൊച്ചാണ്, മനസ്സിലാവില്ലല്ലോ. You got the point? No. എനിക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാവില്ല. Because of the liquor business, we are getting a lot of money. Okay. Not other things. In the corona times, there is special. So basically during corona all the shops were closed, but you like with special days you used to get alcohol, so that was allowed. So he's telling everything was stopped, but still we used to get alcohol. So there was special Market. Not market, what consideration for alcohol. Then people buy it and drink it, then it's bad. They can sell. ആക്ച്വലി ഡ്രഗ്സിൽ ഏറ്റവും മോശം ഡ്രഗ് ആണ് ഡ്രിങ്ക്സ്. ആണോ പെണ്ണാണോ എനിക്കറിയില്ല. ഇതൊക്കെ അറിയണം കുറച്ച് എപ്പോഴെങ്കിലും. അല്ലാതെ ഞാൻ 3 നിലയുടെ മുകളിൽ നിന്ന് 2 നിലയുടെ പുള്ളിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് കണ്ടല്ലോ. എന്ത് കണ്ടു? ഇങ്ങനെ അതിന്റെ ഒരു ഒറ്റ വിഷയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇപ്പോഴും വാദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിന് മൊത്തം കാണിച്ചു തരാം. ഞാൻ 3 നിലയുടെ മുകളിൽ നിന്ന് 2 നില പുള്ളിലേക്ക് ചാടുന്ന വിഷയം കാണിച്ചു തരാൻ പറ്റുമോ? എന്തോ ഓടിപ്പോണ പോലത്തെ എന്തോ ഓടിപ്പോണ വിഷയം കണ്ടു. ചാടി പുള്ളിലേക്ക് വരുന്ന വിഷയം കണ്ടിട്ടില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ? അങ്ങനെ അല്ല, മറ്റേ സ്ക്രോള് പോയത് വെച്ചിട്ട് നമുക്ക് പറയാം. സ്ക്രോള് പോകുന്നത് കാഴ്ചയല്ലല്ലോ. അങ്ങനെ എന്തൊക്കെ എഴുതി കാണിക്കും, CD തപ്പി കോയമ്പത്തൂരിൽ പോയി എന്നൊക്കെ എഴുതി കാണിക്കും. നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ അത് അങ്ങനെ എടുത്ത് മുഴുകേണ്ട കാര്യമില്ല. വാർത്തകളെല്ലാം സത്യമല്ല. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാ, ഓരോരോ വിഭാഗങ്ങളുടെ. അതും നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. എന്ത് സത്യം എന്താണെന്ന് കണ്ടെത്തേണ്ടത്. എന്തായിരിക്കും, എത്രത്തോളം സത്യം ഉണ്ട്, എത്രത്തോളം നുണയുണ്ടെന്ന്. നമുക്ക് അടിനാശം വെള്ളപ്പൊക്കത്തിലോട്ട് പറയണേ. അതിന്റെ എന്താണ് എന്താണ് പറയുന്നത്? ലഹരി ഉപയോഗിക്കരുത്. ഏറ്റവും വലിയ പോയിസൺസ് ആയാലേ, പോയിസൺസ് എന്താണെന്ന് അറിയോ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ചെറുപ്പം മുതലേ? ഷുഗർ ആൻഡ് സോൾട്ട് അല്ലേ? അത് സ്ലോ പോയിസൺ അല്ലേ പറയാ? അപ്പൊ അതെന്തിനാണ് അടിച്ചോണ്ടിരിക്കുന്നത്? ചെറിയ കുട്ടികളാകുമ്പോ എല്ലാത്തിനും ഷുഗർ. ഇവനോ കിഡ്സ് ഉപ്പുമാവിലും ഷുഗർ, പഴത്തിലും ഷുഗർ. ഇത് പഠിപ്പിക്കുന്നത് ആരാ? വലിയ ആൾക്കാരല്ലേ. എല്ലാ കറിയിലും ഉപ്പ്. ഇത് രണ്ടും നിർത്താൻ പറ്റുമോ നമുക്ക്? ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറെ പേര് പഞ്ചസാര ഇടാതെ പാല് ഒഴിക്കാതെയൊക്കെ ചായ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉപ്പ് അപ്പുറത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കല്ലേ. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഡോക്ടർമാരെന്താ പറയാ, ഇനിയിപ്പോ ഉപ്പും പഞ്ചസാരക്ക് കുറച്ചോട്ടാ. അത് നേരത്തെ പറഞ്ഞൂടെ? മോസ്റ്റ് ഓഫ് ദ ഡിസീസ് കം ഫ്രം ഓൺലി ഫുഡ് ഹാബിറ്റ്സ്. Yes. Yeah. True. Very true. അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ട്രൂ പറഞ്ഞു ഒരാൾക്ക് മനസ്സിലായി. ഓക്കെ. നിങ്ങൾ ശരിക്കും ഒരുപാട് അടിക്കഥകൾ പറയുന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട്? അടിക്കഥകൾ ഫൈറ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് മാത്രമല്ലല്ലോ, പൊറോട്ട അടി അല്ലേ? അത് അടിയല്ലേ? അടിയാണ്. പിന്നെന്തൊക്കെ വേറെ അടികളുണ്ട്? വേറെ അടി കുമ്മനടി എന്താണ്? അതിങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വന്നിക്കണം അല്ലേ? അതാണ് കുമ്മനടി. Two people are taking photo. One other person coming and without their permission. Photobombing basically. Bombing എന്നാണ് അതിന് പറയാ. We call that photobombing. തമിഴില് ബോംബിംഗ് എന്നും മലയാളത്തില് കുമ്മനടി. നമ്മൾ ഈ അടി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വെള്ളടി, അടിനാശം, വെള്ളപ്പൊക്കം. ഓക്കെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാതെ ചോദിക്കട്ടെ. അതായിരിക്കും
ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപ്പടം ഏതാ നമ്മുടെ മലയാളത്തില്? ജാക്കിജാന്റെ പടം. മലയാളത്തില് ജാക്കിജാന്റെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. ഡബ് ചെയ്തായിരിക്കും. ഡബ്ഡ് മൂവി ഏറ്റവും ഇൻസ്പയർ ചെയ്ത് ആക്ഷൻ മൂവീസ് ആണോ? 1991 അല്ല 1921 അങ്ങനെ ഒരു പടം ഉണ്ട്. വർഷം ഉണ്ടോ ചോദിക്കരുത്. മമ്മൂക്കയുടെ പടം 1921 അല്ലേ? എന്താ അങ്ങനത്തെ ഒരു പടം? 1920 എനിക്ക് തല്ലുമാല ഇഷ്ടം. തല്ലുമാല. Which is the action movie you like? Did you watch any Malayalam movie? No, sadly I haven't. Probably if I had watched Malayalam movies, I would have learned Malayalam by now. No, sir. Which is your favorite action movie? Action films. Yeah. There are a lot. Like I don't watch that genre much. I like romantic comedy, so I don't watch action movies much. Romantic comedy? Okay. Like which one is your most interesting romantic comedy movie? I can't think of anything right now. If you put me on Cinema spot. No. Did you watch movies? Yeah, I watch movies. You like dance no more? Yeah, I like dance. Yeah, that's right. അടി വാങ്ങിയതാണോ അടി കൊടുത്തതായിരിക്കും ഏറ്റവും കൂടുതൽ? ഞാൻ അടി വാങ്ങിയിട്ടുണ്ട് കുറെ. എവിടുന്നൊക്കെ? കടയെന്നോ? ഏതടിയായിരിക്കും അപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക? ഈ അടി? അടി മാത്രല്ല അടി. പറഞ്ഞെടുത്തോ. ഞാൻ ചൂരൽ വാങ്ങും. ഞാൻ ക്ലാസ്സിലെ ലീഡറായി, എന്നിട്ട് അതുകൊണ്ട് ഞാൻ തന്നെ അടി വാങ്ങും. ഓ അങ്ങനെ. അപ്പൊ നമ്മൾ അടി വാങ്ങിയതല്ല പിന്നെ നമ്മൾ കള്ള് വാങ്ങും, എന്നിട്ട് ഇരുന്ന് അടിക്കും. അതും അടി വാങ്ങലാണോ? പിന്നെ എന്തൊക്കെ അടിയുണ്ട്? ഇത്ര അടിയുള്ളൂ അല്ലേ? അത് നമുക്കറിയില്ല അടിയെ കുറിച്ചിട്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് എത്രയോ അതിന്റെ നമ്മുടെ ബോധം വരുന്നത്. എന്തോ ഡയറക്ടറുടെ ഏത് അനുഭവത്തിൽ നിന്നായിരിക്കും? അടി വാങ്ങിയ അനുഭവത്തിൽ നിന്നായിരിക്കും, അടി കൂടുതൽ കൊടുത്ത അനുഭവത്തിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള സിനിമകളിലേക്കൊക്കെ വരുന്നത്? ഇത് അല്ല, അങ്ങനത്തെ എന്താ പറയാ, ഇത് അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള അടി എന്നുള്ള ഒരു കറക്റ്റ് വേർഡ് വെച്ചിട്ടുള്ള ഒരു സിനിമയല്ല. പക്ഷെ അതിന്റെ ഒരു ഫണ്ണാണ്, ഫൺ മൂവിയാണ് അടിനാശം വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ. അടികപ്പേരെ കൂട്ടമണി പറയുന്ന പോലെ, അതുപോലെ തന്നെ അടിനാശം വെള്ളപ്പൊക്കം, ഇതൊക്കെ ഓരോ നാട്ടിൻപുറത്തെ ഓരോ പ്രയോഗങ്ങളാണ്. അപ്പൊ അത് കിട്ടുന്നേ ഉള്ളൂ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. നമ്മുടെ ഒരു ആക്ഷൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബാബു ചേട്ടനൊക്കെ ഈ മൂവിയിലുണ്ടല്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യും ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ. ആരാ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പുള്ളി അങ്ങനെ സിനിമയിലെ ഫൈറ്റ് അറിയാലോ. ഫൈറ്റ് ചെയ്യുകയാണെന്ന് ഒരാൾ അടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവന് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കില്ല. അത് നമുക്കിപ്പോ ഒരു അടി കിട്ടിയാലും നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാൻ നമുക്ക് താല്പര്യം ഇല്ല, നമുക്ക് പറ്റില്ല. അടിച്ചോളം ഇപ്പൊ ചവിട്ടിക്കോളാം എന്നൊക്കെ പറയും, എന്നാലും നമ്മൾ ചവിട്ടില്ല. ഇപ്പൊ ഇതിനകത്ത് ക്രൂ നോക്കുമ്പോ തന്നെ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ മഞ്ജു ചേച്ചി ഉൾപ്പെടെ, എനിക്കൊന്ന് മഞ്ജു ചേച്ചിയുടെ മോളായിട്ടാണ് എലിസബത്ത്. എപ്പോഴും ആൺകുട്ടികളുടെ അമ്മയായിട്ട് നിന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടികളുടെ അല്ല സിനിമ സിനിമയിലേക്ക് വരുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ക്യാരക്ടേഴ്സിന് ഒരു ചേഞ്ച് കൊടുക്കാൻ വേണ്ടിട്ട് സിനിമയില് എത്തിയെടുക്കാൻ പറ്റില്ല. അല്ലെന്നല്ലേ, ഇതൊരു കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരു ഗ്രൂപ്പ് കോമഡി എന്റർടൈനർ. ശരിക്കും നിങ്ങൾ ഈ ആർട്ടിസ്റ്റുകളെ തന്നെയാണോ വിചാരിച്ചത് ആദ്യം? അതെ, എന്റെ ക്യാരക്ടറിന് ആദ്യം ആരെയും വിചാരിച്ചത്? സത്യം പറഞ്ഞോ? ഇല്ല, നമ്മൾ ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഒരേ സമയം ഒരു സ്റ്റൈലിഷും ആണ്, ഒരു സീരിയസും ആണ്, എന്നാൽ കുറച്ചൊക്കെ ഈ ഒരു കോമഡി എലമെന്റ്സും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനത്തെ പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ മഞ്ജു പിള്ള ചേച്ചിയുണ്ട്, പിന്നെ ബൈജു ചേട്ടനുണ്ട്, അശോകൻ ചേട്ടന്, ബാബു ആന്റണി ചേട്ടൻ, ജോൺ വിജയ്, പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ. പിന്നെ ഇവരെ കൂടാതെ ഒരു മെയിൻ 3 കഥാപാത്രങ്ങളുണ്ട്. ഇവിടെ അടക്കം 4 പേര്. 5 പേര്. അപ്പൊ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കഥ നടക്കുന്നത്. ടോട്ടൽ അപ്പോൾ ഫുൾ കോളേജ് ക്യാമ്പസ് അല്ല, എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയും അതിന്റെ ഒക്കെയാണ്. ഒരു 4 പയ്യന്മാരുണ്ട്, പിന്നെ ഈ കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു 5 പിള്ളേരെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ മെയിൻ കഥ നടക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഇതിനെല്ലാവർക്കും ഈ പറഞ്ഞ ത്രൂ ഔട്ട് എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് ഉള്ള
ഒരു കണക്ഷനുള്ള രീതിയിൽ വരുന്ന ഒരു സംഭവമാണ്. അവര് ഈ പിള്ളേരൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കണ പോലെ നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവരൊക്കെ ഞാൻ ഓൾറെഡി ലൊക്കേഷനിൽ വരുമ്പോൾ ഇവരെ സീൻസ് എടുത്തു തുടങ്ങി. ഇവര് ഭയങ്കര മെച്ചോർഡായിട്ട്, ഈ സഞ്ജയൊക്കെ ഭയങ്കര മെച്ചോർഡാണ്. ഇതിൽ അഭിനയിച്ച പയ്യന്മാരിൽ ഇപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെ പഠിച്ചതാണ്. ഒരാള് അടികപ്പേര കൂട്ടമണിയിൽ അഭിനയിച്ചിട്ടുണ്ട്, കോശി എന്ന് പറഞ്ഞ വിനീത് ക്യാരക്ടറുണ്ട്. പിന്നെ വേറൊരു പയ്യൻ നമ്മൾ ഓഡിഷൻ നടത്തി എടുത്തു. ലിസബത്തിനെ അതുപോലെ നമ്മൾ ഓഡിഷൻ നടത്തി എടുത്തു. പടം കണ്ടിട്ട് അതേപോലെ സുരേഷ് പീറ്റേഴ്സിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ശരിക്കും. ഇത്രയും സൂപ്പർ ഹിറ്റ് നൽകിയിട്ടുള്ള ഒരാളാണ്. ഏതാണ് സുരേഷ്? ഒരു 5 പാട്ട് പറഞ്ഞു. മറ്റേ സോന സോനാനി ഒന്നാം നമ്പർ അത് പുള്ളിയുടെ അല്ലേ. പിന്നെ നമ്മുടെ രാവണ പ്രഭു സോനാരെ സോറി സോന വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ രാവണ പ്രഭുവിലെ പാട്ടുകള്, രാവണ പ്രഭുവിലെ എല്ലാ പാട്ടുകളും സടക്ക് 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 അത് പിന്നെ പുള്ളി അറിയാതെ ആ പാട്ട് തകില് പുകില ആ പാട്ടല്ലേ, സടക്ക് സടക്ക് തുടങ്ങിയത്. അതൊക്കെ പുള്ളിയുടെ പാട്ടുകളല്ലേ. അപ്പൊ പുള്ളി ഞാൻ 3 പറഞ്ഞു, ചേട്ടൻ 2 പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് പാട്ട് പാടുന്ന നടന്മാരാണെന്ന് എനിക്കറിയാം. ഓക്കെ. പഞ്ചാബി ഹൗസ്, വൺ മാൻ ഷോ, മലയാളി മാമന് വണക്കം, രാവണ പ്രഭു, റൺവേ, പാണ്ടിപ്പട, മഴത്തുള്ളിക്കിൽ, അങ്ങനെ കുറെ ഇഷ്ടം പോലെ. ഇങ്ങനെ കോമഡി കൂടുതലല്ലേ പുള്ളി ഒരു എന്റർടൈനർ ലെവലുള്ള. പുള്ളി ഇതിനകത്ത് പാടിയേക്കുന്നതും പുള്ളി തന്നെയല്ലേ. സിന്ധുജ ചെയ്തേക്കുന്ന ഒരു ഐറ്റം സോങ് ആണ്. പുള്ളി നമ്മൾ ബേസിക്കലി ഞാനൊരു പുള്ളിയുടെ ഒരു ഫാൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സോങ്ങിനെ ഐറ്റം സോങ് എന്ന് വിളിക്കുന്നത്? അതറിയില്ല എന്താണ്. Do you know that? You know that why we are calling that this type of no dance? idea. Like honestly, I don't understand. Now they're calling it special song. Not an item number, but they're calling it special song. How you reach her? എങ്ങനെയാ പുള്ളിക്കാരിയുടെ അടുത്തേക്ക് ഈ ഒരു വർക്ക് വരുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. വെരി ഹിറ്റ് വെൽ നോൺ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്ത് നോക്കി റിക്വസ്റ്റ് അയച്ച് കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമില്? ഞാനൊക്കെ ഡെയിലി കണ്ടോണ്ടിരിക്കും. ഭയങ്കര ഫേമസ് ആണ്. ഫാൻ ആയിരുന്നോ? ഫാൻ ബോയ് മൂവ്മെന്റ് ആണോ ഇത്? Okay. He's lying. He recently followed me. We just followed each other like 3 days after ago. After the song. Yeah. Okay. അതിന് മുമ്പേ കാണാറുണ്ടല്ലോ. കണ്ടോണ്ടിരിക്കുന്നു. അതിനുശേഷം. Okay. ഷൈൻചേട്ടനെ സംബന്ധിച്ച് ഡാഡി ഇല്ലാത്ത ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ? അതിന്റെ വിഷമം നമുക്ക് അങ്ങനെ. ഈ ആനയെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ ഷൈൻചേട്ടനെ മേടിക്കാൻ ശരിക്കും ഒരു ആനേനെ വേണ്ടി വന്നു. ആനേനെ വേണമെന്നില്ല, ആനയായാലും മതി. പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂല. പക്ഷെ ഒരു പെണ്ണുണ്ട് കൂടെ എപ്പോഴും. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.